dear students. അപ്പോൾ സൂപ്പർ കിങ്സ് ബാച്ചിന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ കുറച്ച് സയൻറ്റിസ്റ്റ് നെയിം ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കോഡാണ് മിസ് എന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ കോഡോൺ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിക്കാൻ നേരം നമ്മൾ കുറച്ച് കൂടുതൽ സയൻറ്റിസ്റ്റിൻ്റെ പേര് അവിടെ പഠിക്കില്ലേ. അപ്പോൾ നമുക്ക് അവരെങ്ങനെ ഈസിയായി മെമ്മറൈസ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. ടു സ്റ്റാർട്ട് വിത്ത് നമുക്ക് ആദ്യം കോഡോൺ കണ്ടുപിടിച്ച അതിൻ്റെ ഒരു ബേസിക് ഐഡിയ തന്ന ഒരു ഫിസിസിസ്റ്റ് ഉണ്ട്. ആളുടെ പേരാണ് ജോർജ് ഗാമോവ്. അപ്പോൾ ജോർജ് ഗാമോവിനെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഓർക്കാം, ഗ്ലാമർ ജോർജ്. 4 ബേസ് പുട്ടിയിടുകയാണ് ഫേസിൽ. ദേ ഈ പടം ഒന്ന് നോക്കിയേ. ജോർജ് ഗാമോവ് 4 ബേസസ് വെച്ചിട്ട് 3 കോഡോൺസ്, 3 ബേസ് ചേർന്നുള്ള കോഡോൺസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചു അല്ലേ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് 4⁻3 നമുക്ക് 4 ബേസസ് ഉണ്ട്, ⁻3 ദാറ്റ് ഈസ് 64 കോഡോൺസ് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഗ്ലാമർ ജോർജ് 4 ബേസ് വെച്ച് പുട്ടിയിട്ടു. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള ആളാണ് മാർഷ് നിരംബർഗ്. അപ്പോൾ മാർഷൽ നിരംബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് സെൽ ഫ്രീ സിസ്റ്റത്തിൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ പോസിബിലിറ്റി പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ സെൽ ഫ്രീ ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്താൽ മാത്രമേ ആ മെഷീനറി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഓർക്കാൻ ഭയങ്കര ഈസിയാണ്. മാർഷൽ ആർട്ട് ചെയ്യുന്ന ഒരാൾ, മസിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ്, മസിൽസ് വേണമെങ്കിൽ പ്രോട്ടീൻ വേണം, അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ്, പ്രോട്ടീൻ സിന്തസിസിനുള്ള സെൽഫ് ഫ്രീ സിസ്റ്റം കണ്ടുപിടിച്ചത് മാർഷൽ നിരംബർഗ് ആണ്. ഇനി അടുത്ത സയൻറ്റിസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഹർഗോബിന്ദ് ഖൊറാന. പേര് തന്നെ കിടപ്പുണ്ട് അദ്ദേഹം എന്താ കണ്ടുപിടിച്ചതെന്ന്. ഖൊറാന RNA സിന്തസിസ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഒരു DNA ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ RNA നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു സ്പെസിഫിക് RNA ആയിരുന്നു. ഹോമോപോളിമേഴ്സ് ആൻഡ് കോപോളിമേഴ്സ് ഉള്ള RNA ആണ് അദ്ദേഹം സിന്തസൈസ് ചെയ്തത്. സോ ഹി വാസ് ഏബിൾ ടു സിന്തസൈസ് RNA. ആൻഡ് ഫൈനലി നമ്മൾ നോക്കുന്ന ലാസ്റ്റ് സയൻറ്റിസ്റ്റ് ആണ് ഈ ഖൊറാന. ഇങ്ങനെ DNA വെച്ച് ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് RNA സിന്തസൈസ് ചെയ്തപ്പോൾ ഇവിടെ ഒരാൾ ഒച്ച വെച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് സിവേറോ ഒച്ചോവ. ഈ സയൻറ്റിസ്റ്റ് ആണ് ശരിക്കും RNA സിന്തസൈസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ ടെംപ്ലേറ്റ്, DNA ടെംപ്ലേറ്റ് ഇല്ലാതെ തന്നെ. അപ്പോൾ ഖൊറാനയോട് ഒച്ച വെച്ചുകൊണ്ട് പറയാണ് RNA സിന്തസൈസ് ചെയ്യാൻ DNAയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, RNA സിന്തസൈസ് ചെയ്യാം. സോ RNA സിന്തസിസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ ടെംപ്ലേറ്റ് പോസിബിൾ ആക്കിയത് സിവേറോ ഒച്ചോവ ആണ്. ബിക്കോസ് ഓഫ് എ പെർട്ടിക്കുലർ എൻസൈം ഹി ഹാവ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. അപ്പോൾ ഈ 4 സയൻറ്റിസ്റ്റിനെ കിടിലമായിട്ട് പഠിക്കാനുള്ളൊരു കോഡാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സയൻറ്റിസ്റ്റും ഇയറും പഠിക്കാനുള്ള കോഡുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.